ബഹിരാകാശ അവശിഷ്ടങ്ങൾ സൂര്യന് ഭൂമിയിലേക്ക് തിരികെ വീഴ്ത്തുമെന്ന് എസ്ആർഒയുടെ കണ്ടെത്തൽ. ശ്രീഹരിക്കോട്ട ഉയർന്ന സൗരോർജ്ജ പ്രവർത്തനങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ബഹിരാകാശ അവശിഷ്ടങ്ങളെ വേഗത്തിൽ പുറന്തള്ളാൻ സഹായിക്കുമെന്ന് എസ്ആർഒ. ബഹിരാകാശ ഏജൻസികൾക്ക് സുരക്ഷിതമായ ബഹിരാകാശ ദൗത്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഈ കണ്ടെത്തൽ ഉപകരിക്കപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത്. വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ 34 വർഷത്തിനിടെ 17 ബഹിരാകാശ മാലിന്യം ഭൂമിയെ വലംവയ്ക്കുന്നതായി കണ്ടെത്തിയിരുന്നു. സൗരപ്രവർത്തനവും ബഹിരാകാശ മാലിന്യത്തിന്റെ കറക്കവും തമ്മിൽ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നതിന്റെ തെളിവുകളാണെന്നാണ് എസ്ആർഒ കണ്ടെത്തിയിരിക്കുന്നത്. 11 വർഷചക്രമാണ് സൂര്യന്റേത്. അതിൽ സൂര്യന് ഏറ്റവും സജീവമായിരിക്കുന്ന സമയത്ത് സൂര്യകളങ്കങ്ങൾ പെരുകുകയും തീവ്രത കൂടിയ വികിരണം പുറത്തേക്ക് വരികയും ചെയ്യും. ഇത് തെർമോസ്ഫിയർ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഉയർന്ന പാളിയെ ചൂടാക്കുന്നു. അതുമൂലം ഭൂമിയിൽ നിന്ന് 166 മുതൽ 2000 കിലോമീറ്റർ വരെ ഉയരത്തിൽ പരിക്രമണം ചെയ്യുന്ന കാലഹരണപ്പെട്ട ഉപഗ്രഹങ്ങളും അവശിഷ്ടങ്ങളും മന്ദഗതിയിലാകുകയും താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് വലിച്ചിടപ്പെടുകയും ഒടുവിൽ അവയെ ഭൂമിയിലേക്ക് തിരികെ വീഴ്ത്തുകയും ചെയ്യുമെന്നാണ് കണ്ടെത്തൽ. ഉയർന്ന സൗരോർജ്ജ പ്രവർത്തനങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ബഹിരാകാശ അവശിഷ്ടങ്ങളെ വേഗത്തിൽ പുറന്തള്ളാൻ സഹായിക്കുമെന്ന് എസ്ആർഒ. ബഹിരാകാശ ഏജൻസികൾക്ക് സുരക്ഷിതമായ ബഹിരാകാശ ദൗത്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഈ കണ്ടെത്തൽ ഉപകരിക്കപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത്. വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ 34 വർഷത്തിനിടെ 17 ബഹിരാകാശ മാലിന്യം ഭൂമിയെ വലംവയ്ക്കുന്നതായി കണ്ടെത്തിയിരുന്നു. സൗരപ്രവർത്തനവും ബഹിരാകാശ മാലിന്യത്തിന്റെ കറക്കവും തമ്മിൽ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നതിന്റെ തെളിവുകളാണെന്നാണ് എസ്ആർഒ കണ്ടെത്തിയിരിക്കുന്നത്. 11 വർഷചക്രമാണ് സൂര്യന്റേത്. അതിൽ സൂര്യന് ഏറ്റവും സജീവമായിരിക്കുന്ന സമയത്ത് സൂര്യകളങ്കങ്ങൾ പെരുകുകയും തീവ്രത കൂടിയ വികിരണം പുറത്തേക്ക് വരികയും ചെയ്യും. ഇത് തെർമോസ്ഫിയർ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഉയർന്ന പാളിയെ ചൂടാക്കുന്നു. അതുമൂലം ഭൂമിയിൽ നിന്ന് 166 മുതൽ 2000 കിലോമീറ്റർ വരെ ഉയരത്തിൽ പരിക്രമണം ചെയ്യുന്ന കാലഹരണപ്പെട്ട ഉപഗ്രഹങ്ങളും അവശിഷ്ടങ്ങളും മന്ദഗതിയിലാകുകയും താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് വലിച്ചിടപ്പെടുകയും ഒടുവിൽ അവയെ ഭൂമിയിലേക്ക് തിരികെ വീഴ്ത്തുകയും ചെയ്യുമെന്നാണ് കണ്ടെത്തൽ.